ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്നൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് വർഷങ്ങളായി നാളുകളായി കിടപ്പ് രോഗികൾ എത്ര മരുന്ന് കഴിച്ചിട്ടും ആ രോഗത്തിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല. അതുപോലെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രോഗപീഠ അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 8-ാം തിരുവചനം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്നു ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കുകയും കെട്ടുകൾ പൊട്ടിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വചനം പറയണ, അന്ന് ഞാൻ അവരുടെ കഴുത്തിനെ നുകം തകർക്കും. ചില വ്യക്തികൾ, ചില ജീവിതങ്ങൾ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, ചില ബന്ധനത്തിലാണ്. ആ ബന്ധനങ്ങൾ തകർക്കുമെന്നാണ് വചനം പറയുന്നത്. അപ്പം അന്ന് ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഇടവന്ന് ആ കുടുംബത്തെയും ആ വ്യക്തിയെയും അവരുടെ ജീവിതത്തിലെ തകർത്ത് കളയുന്ന എല്ലാ അരൂപികളെയും അവിടെ നിശേഷം തകർത്ത് കളയുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ നിമിഷങ്ങളിൽ കർത്താവെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും, പ്രത്യേകിച്ച് വർഷങ്ങളായി കിടപ്പ് രോഗികളായ എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ മരുന്ന് ഫലിക്കാത്ത രോഗികളുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ആ ശരീരത്തിലേക്ക് വ്യാപിച്ച് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ.